ഗരുഡന് കിട്ടിയ വൻ റെസ്പോൺസിന് ശേഷം ബിജു മേനോൻ നായകനായി എത്തിയ മൂവിയാണ് തുണ്ട്. റിയാ ഷെരീഫാണ് ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആഷിഖ് ഉസ്മാനാണ് ഈ മൂവിയുടെ പ്രൊഡ്യൂസർ. തല്ലുമാലയുടെ ക്രൂ എന്നുള്ള രീതിയിൽ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ സിനിമ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് മാത്രമല്ല വളരെ നിരാശയുള്ള ഒരു അനുഭവമായിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. ബിജു മേനോൻ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ മൂവീസിലും അറ്റ്ലീസ്റ്റ് ബിജു മേനോന്റെ ക്യാരക്ടറെങ്കിലും ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ആയിരിക്കും. ഈ സിനിമയിൽ ബിജു മേനോന് ബേബി എന്ന് പേരുള്ള പോലീസ് കോൺസ്റ്റബിളുടെ റോളാണ്. ഒരു പരീക്ഷയ്ക്ക് തുണ്ട് വെച്ച് പിടിക്കപ്പെടുകയും അത് കാരണം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറാണ് ബിജു മേനോൻ ഈ സിനിമയിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ബിജു മേനോൻ ചെയ്തതിൽ ഏറ്റവും മീഡിയോക്കർ ആയിട്ടുള്ള റോളായിട്ടാണ് പേഴ്സണലി ഈ ക്യാരക്ടർ എനിക്ക് ഫീൽ ചെയ്തത്. മേക്കിംഗ് വൈസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കോമഡി സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഓഫ്കോഴ്സ് ആ സിനിമയിൽ കോമഡിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ആ കോമഡി ഒന്നും ഒരു പ്രയോജനവും ചെയ്തില്ലെന്ന് വേണം പറയാൻ. കാരണം അത്രത്തോളം വീക്കായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ മൂവിക്ക് ഉണ്ടായിരുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ആ തുണ്ട് വെച്ച് പിടിക്കപ്പെട്ട ആ ഒരു സിറ്റുവേഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കോറായിട്ടുള്ള ഒരു പ്രോബ്ലവും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു സിനിമയിലും ഒരു സ്ട്രഗിൾ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോഴാണ് ആ സിനിമയ്ക്ക് ഒരു എൻഗേജ്മെന്റ് ഉണ്ടാകുന്നത്. ബട്ട് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലവും ഒരു സ്ട്രഗിളും അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഫീൽ ചെയ്യിക്കാനായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ബിജു മേനോൻ കൂടാതെ ഷൈൻ ടോം ചാക്കോ, റാഫി, ഉണ്ണിമായ പ്രസാദ്, ഗോകുലിനൊക്കെ മറ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട്. ഇതിൽ റാഫിയുടെ ക്യാരക്ടർ ഒരു ക്ലീഷേ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്ക് ഇതിൽ സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ട്, നീ ഇത് ഇതുവരെ വിട്ടില്ലേ. ഈ ഡയലോഗ് ഞാൻ ഇങ്ങനെ പലയിടത്തും റിപ്പറ്റേറ്റീവായി പറഞ്ഞുകൊണ്ടിരിക്കും. ഷൈൻ ടോം ചാക്കോയെ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്കുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പറ്റേറ്റീവായിട്ട് ഷൈൻ ടോം ചാക്കോയുടെ ആ ഒരു സെയിം ഫേസ് മാനറിസംസ് ഒക്കെ കണ്ട് മടുത്തെന്ന് തന്നെ പറയാം. ഇത്രത്തോളം ആക്ടേഴ്സിന്റെ ഒരു ദാരിദ്ര്യം മലയാള സിനിമയ്ക്ക് ഉണ്ടോ എന്നുള്ളത് ഞാൻ സംശയിച്ചു പോവാണ്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോയെ ഇങ്ങനെ റിപ്പറ്റേറ്റീവായിട്ട് റീകാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിക്കും ആക്ച്വലി പ്രൊഫഷണലി അങ്ങോട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. മലയാള സിനിമയിലെ ഇതേപോലത്തെ റോള് ചെയ്യാൻ പ്രാപ്തരായവർക്ക് ഒരു ചാൻസും കിട്ടുന്നില്ല. ഈ സിനിമയിൽ പിന്നെ ക്യാമിയോ റോൾസിൽ ബൈജു, ജോണി ആന്റണി, അൽത്താഫ് സലീമൊക്കെ വന്നു പോകുന്നുണ്ട്. ഒരേ ടൈപ്പ് രീതിയിലാണ് അൽത്താഫ് സലീമിനെ ഇപ്പോൾ ഏത് സിനിമയിൽ ഈ ക്യാമിയോ റോൾസിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഭയങ്കര ക്രിഞ്ച് ഫീലിംഗ് ആയിരുന്നു അൽത്താഫ് സലീമിനെ കണ്ടപ്പോൾ. ജോണി ആന്റണിയും യൂഷ്വൽ സ്റ്റൈലിൽ തന്നെ യാതൊരു രീതിയിലുള്ള ഒരു പുതുമയോ ഉണ്ടായിരുന്നില്ല. ശരിയെങ്കിലും ഇതിൽ ഇംപ്രസീവ് ആയിട്ട് തോന്നിയ ബൈജുവിന്റെ ആ കമ്മീഷണറായിട്ടുള്ള ഒരു ക്യാമിയോ ആണ്. ആ ഒരു ക്യാരക്ടർ മാത്രം കുറച്ച് ഇംപ്രസീവ് ആയിട്ട് തോന്നി. ഉണ്ണിമായ പ്രസാദിനൊന്നും ഈ മൂവിയിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ബിജു മേനോന്റെ വൈഫിന്റെ ക്യാരക്ടറായിരുന്നു. അവിടെ ഇവിടെ വന്നു പോകുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളതല്ലാതെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരു റോളായിരുന്നു. ഗോപി സുന്ദറാണ് ഈ സിനിമയുടെ മ്യൂസിക് സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത്. ഗോപി സുന്ദറിന്റെ ഒരു സ്ട്രെങ്ത് അറിയാലോ, മാസ് BGMന്റെ ഒരു ഉസ്താദാണ് പുള്ളി. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ എവിടെയൊക്കെ ഏതൊക്കെ ക്യാരക്ടേഴ്സിന് ആ ഒരു മാസ് BGM കൊടുക്കാമോ അവിടെയൊക്കെ മാസ് BGM കൊടുത്ത് ആ ക്യാരക്ടേഴ്സിനെ സീൻസിനെയൊക്കെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഇടയ്ക്ക് ഒരു പാട്ട് വരുന്നുണ്ട്. ഗോകുലനാണ് ആ പാട്ടിന്റെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. പുള്ളിയുടെ സിക്സ് പാക്കും ബോഡിയൊക്കെ കാണിച്ച് പുള്ളിയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആ പാട്ടിൽ ശ്രമിച്ചിട്ടുണ്ട്. പുള്ളി തരക്കേടില്ലാതെ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് മനസ്സിലാവാത്ത ഈ സിനിമയുടെ സ്റ്റോറിയിൽ ആ പർട്ടിക്കുലർ ക്യാരക്ടറിന്, ഗോകുലന്റെ ആ ഒരു ക്യാരക്ടറിന് യാതൊരു രീതിയിലെ ഇമ്പോർട്ടൻസും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് എന്തിനു വേണ്ടി ആ ഒരു പാട്ടും ഇത്രത്തോളം ഇമ്പോർട്ടൻസും ഗോകുലന്റെ ആ ഒരു ക്യാരക്ടറിന് കൊടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. സിനിമയുടെ യാതൊരു രീതിയിലും ഒത്തുപോകാത്ത ഒരു രീതിയിലാണ് എനിക്ക് ആ പാട്ടിന്റെ ഒരു വിഷ്വലൈസേഷനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പാട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മമ്മൂക്കയുടെ പഴയ പട്ടാള സിനിമയിലെ ഒരു പാട്ടാണ് ഓർമ്മ വന്നത്. എനിക്ക് തോന്നുന്നു ആഷിഖ് ഉസ്മാന്റെ ഫാമിലിയിൽ ഒരുപാട് പേര് ഈ മൂവിയുടെ പാർട്ടായിട്ടുണ്ട്. നബു ഉസ്മാനാണ് ഈ മൂവിയുടെ എഡിറ്റർ. എനിക്ക് തോന്നുന്നു ആഷിഖ് ഉസ്മാന്റെ ഫാമിലി ആയിരിക്കും. എഡിറ്റിംഗ് ഒന്നും വലിയ തരക്കേടില്ലായിരുന്നു. ഒരു നോൺ ലീനിയർ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ്. എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. ജിംഷി കാരിതാണ് ഈ മൂവിയുടെ DOP. പുള്ളി ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. സിനിമാറ്റോഗ്രാഫിയെ കുറിച്ചൊന്നും അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ പിന്നെ ഒരു ഡോഗ് സെന്റിമെന്റ്സും കോമഡിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കത് ടോട്ടലി വർക്കായില്ല. നെയ്മറും മാലാട്ടിയൊക്കെ പോലെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇമോഷണൽ എലമെന്റ് കൊണ്ടുവരാനായിരിക്കും. ബട്ട് ഈ സിനിമയിൽ അത് ഒരു രീതിയിലും വർക്കായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം തരക്കേടില്ലായിരുന്നു. ആ ക്യാരക്ടേഴ്സും പശ്ചാത്തലവും ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അത്യാവശ്യം തരക്കേടില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യത്തിന് കോമഡിയുടെ എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിൽ ആ സിനിമ ടോട്ടലി കയ്യിൽ നിന്ന് പോയെന്ന് വേണം പറയാൻ. പിന്നെ എന്തൊക്കെയോ ഒരു മിക്സ്ചർ ഓഫ് സീൻസ് ആണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. ബിജു മേനോന്റെ മോനായിട്ട് ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന് ഒരു ഭീകരമായ ഇൻട്രോ ആണ് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്തിനാണ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഇൻട്രോ കൊടുത്തതെന്നുള്ളത് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല. തുടക്കത്തിൽ ആ ഒരു ഭാഗത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ ഏറ്റവും അവസാനം മാത്രമേ ആ പയ്യനെ കാണിക്കുന്നുള്ളൂ. സോ ഒരു 2 മണിക്കൂർ തിയേറ്ററിൽ ടൈം പാസിന് വേണ്ടി പോയി കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഈ സിനിമയ്ക്ക് ഓഫർ ചെയ്യാനുണ്ടായിരുന്നെന്നുള്ളത് എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ഓൾറെഡി ഈ മൂവി കണ്ടതാണെങ്കിൽ എന്താണ് തുണ്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ.